നിന്നോട് പോർത്തില്ലെങ്കിൽ കരുനീലിക്കാവിലമ്മ എന്നോട് പോർക്കൂല. അതുകൊണ്ട് മക്കളെ നീ എല്ലാം അങ്ങോട്ട് മറന്നേക്ക കേട്ടാ. അമ്മാവന്റെ ഈ നല്ല മനസ്സിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? പപ്പേട്ടൻ നിങ്ങളോട് ക്ഷമിച്ചു കഴിഞ്ഞു. നാളെ തന്നെ നിങ്ങളെ വിളിച്ച് വിരുന്ന് തരണമെന്നാ അമ്മാവന്റെ ആഗ്രഹം. അതിന് നിങ്ങളെ ക്ഷണിക്കാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇപ്പൊ തന്നെ അമ്മാവനെ കാണണം, അമ്മാവനോട് മാപ്പ് പറയണം. അപ്പച്ചി ഇരിക്കെ, ഞാൻ അമ്മാവനെ ഒന്ന് കണ്ടിട്ട് വരാം, പോയിട്ട് വരാം. നിങ്ങൾ നോക്കിക്കാതെ അപ്പച്ചി അകത്തേക്ക് വിളിച്ചോണ്ട് പോകും. മനോഗിരി, ഇപ്പൊ തന്നെ പോണോ? ഞാൻ ഇറങ്ങുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം. അത് പോരാ അപ്പച്ചി, എനിക്കിപ്പൊ തന്നെ അമ്മാവനെ കാണണം. പറു, ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതിന്റെ ആവശ്യമുണ്ട്. വാ അപ്പച്ചി, വാ. നിങ്ങൾ ചെല്ലു, ഞാൻ വരാം. മുതലാളി, ഗിരി വരുന്നു. എടോ പടനിലത്ത് പത്മനാഭ, വാക്കിന് വിലയില്ലാത്ത നട്ടലില്ലാത്ത നീ ഞങ്ങളോട് കാണിച്ചത് ചതിയാണ്, കൊടുഞ്ചത്. നീ കാണിച്ച നെറുകേടിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നാണം കെട്ടവനെ. യാതൊരു ഉളുപ്പുമില്ലാതെ അവൻ കയറി വരുന്ന കണ്ട മുതലാളി. മിണ്ടരുത്. അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് വലിയ ചതിയും നന്ദിയിടുക. അമ്മാവനോട് എത്ര മാപ്പ് പറഞ്ഞാലും ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരമാവില്ലെന്നറിയാം. എങ്കിലും അയ്യയ്യയ്യേ, എന്തുവാ ഇത്? എഴുന്നേറ്റ് മോനെ, എഴുന്നേറ്റ്. ഇടാ മോനെ, കരയാതിരിക്കടാ മക്കളെ. നിന്റെ മനസ്സിലെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സങ്കടപ്പെടണ്ട. അല്ല മോനെ, നിന്നോട് ഞാനല്ലാണ്ട്
വേറെ ആരാ ക്ഷമിക്കുക? അതുകൊണ്ടാ ഞാൻ സൗഭാഗ്യം അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അമ്മാവൻ എന്നോട് ഒരിക്കലും പൊറക്കില്ലെന്നാ ഞാൻ കരുതിയത്. ഹാ, എടാ മക്കളെ, നിന്നോട് പോർത്തില്ലെങ്കിൽ കരുനീലിക്കാവിലമ്മ എന്നോട് പോർക്കൂല. ഹാ, അതുകൊണ്ട് മക്കളെ, നീ എല്ലാം അങ്ങോട്ട് മറന്നേക്ക് കേട്ടാ. അമ്മാവന്റെ ഈ നല്ല മനസ്സിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹാ, അതെ, അത് സമയം വരട്ടെ. അത് ഞാൻ അപ്പ പറയാം. ഇപ്പോഴേ എന്റെ മോൻ സമാധാനിക്ക് കേട്ടോടാ മോനെ. എടാ മോനെ ഗിരി, ദേ നീ കാണുന്നതിനേക്കാളും വലിയ മനസ്സുള്ള ഒരാളാ ഈ ഞാനേ. അത് നീയും എന്റെ മോളും മനസ്സിലാക്കിയില്ല. നീ എന്റെ മോളും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഒരു വാക്കിനോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നേരിട്ട് നടത്തി തരില്ലായിരുന്നു. എന്നാ പിന്നെ ഈ വല്ല പൂലിന്റെയും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ശരിയല്ലേ? അല്ല മോനെ, അവക്കെ എന്റെ മോക്കെ പറയാൻ പേടി ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ മോനെ, നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നിട്ടില്ലേ? അപ്പൊ നിനക്ക് പറയാമായിരുന്നു. അല്ല മാവ, സംഭവിച്ചെന്താന്ന് വെച്ചാ ഞാൻ തുറന്നു നീ ഒന്നും പറയണ്ട. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. എടാ, ഇപ്പൊ നീ ഈ വീട്ടിന്റെ മരുമകനാ. ഇനി പഴയതൊന്നും പറയണ്ട. സൗഭാഗ്യം വന്ന് വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ടാവുമല്ലോ. പാറു നീ കൂടെ സന്തോഷായിട്ട് വിരുന്നിന് വരണം. എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. നിന്റെ അച്ഛൻ പറഞ്ഞത് ആദ്യം ഞാനും വിശ്വസിച്ചില്ല. ഇത് നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ നടത്തുന്ന നാടകമായിരിക്കും. അല്ലെങ്കിൽ ഈ മനംമാറ്റത്തിനും വിരുന്ന് നൽകലിനും പിന്നിൽ അച്ഛന് വേറെന്തോ ലക്ഷ്യമുണ്ട്. നീ ഇങ്ങനെ ചിന്തിച്ച് കാട് കയറാതെ പാറു. ശരി, നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി തന്നെയാ അച്ഛൻ നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ചെന്ന് കൂട്ടിക്കോ. എന്തു തന്നെയായാലും എനിക്ക് നിന്നെയും ഗിരിയും കാണാനും നിങ്ങൾക്ക് എന്നെ കാണാനും ഒരവസരമായില്ലേ? ഇനി അച്ഛന്റെ അനുവാദത്തോടെ തന്നെ എനിക്ക് ഇങ്ങോട്ട് വരാനും നിങ്ങൾക്ക് അങ്ങോട്ട് വരാനും സാധിക്കുമല്ലോ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിന്നോട് സംസാരിക്കാമല്ലോ. അമ്മയ്ക്ക് ഫ്രീഡത്തോടെ ഞങ്ങളെ കാണാനും അച്ഛനെ ഞങ്ങളെ അംഗീകരിക്കാനും നാട്ടുകാരുടെ കാരുണ്യം വേണ്ടി വന്നു. കഷ്ടം. നീ ഇത് വിടു പാറു. അച്ഛൻ്റെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ മനസ്സൊരിക്കലും മാറാൻ പോകുന്നില്ല. അങ്ങനെ ഒരു മുൻവിധി വേണോ? ഒരുപക്ഷെ നിന്റെ അച്ഛന് ശരിക്കും ഒരു മനമാറ്റം ഉണ്ടായതാണെങ്കിലോ?